Hi, buddies. Welcome back. So, where are we? We are in chapter number 1. എന്തായിരുന്നു nature, objective and scope of auditing. So, നമ്മളിവിടെ objective of auditing പഠിച്ചു essay 200 then scope of auditing പഠിച്ചു essay 200 then nature of auditing essay 200 പഠിച്ചു അല്ലാതെ aspects to be covered ഒക്കെ പഠിച്ചു. Then after essay 200, okay, we came to various general concepts like audit versus investigation, disciplines, benefits, audit mandatory ആണോ അല്ലയോ, engagements, AFRF, different types of assurance. Yes. Now coming to one of the most important part regarding the standards. എന്തോ പറഞ്ഞിട്ടാണല്ലോ നിർത്തിയത്. 4 engagements ഉണ്ട്. Engagements means work. 5 standards ഉണ്ട്. Now, നമുക്കൊരു basic question വെച്ച് തുടങ്ങാം. Why? എന്തിന്? Why standards? And whose duty is to comply with these standards? എന്തിന് ആരുടെ ഡ്യൂട്ടിയാ? See, നമ്മളൊരു ഓഡിറ്റ് ചെയ്യുമ്പം സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ഫോളോ ചെയ്യണം. ഇപ്പം നിങ്ങൾ അക്കൗണ്ട്സിൽ പഠിക്കുമല്ലോ, അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പം AS ഫോളോ ചെയ്ത് വേണം അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ. AS1, AS2. Why you have accounting standard? Because if there is no accounting standard, ഓരോ കമ്പനിയും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഫിനാൻഷ്യൽ പ്രിപ്പയർ ചെയ്യില്ലേ? അതുപോലെ ഒരു പ്രാക്ടീഷണർ മീൻസ് അക്കൗണ്ടന്റ്, അയാള് ഓഡിറ്റ് ചെയ്യുമ്പം whenever he does any engagement, there should be a particular standard. ഈ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്താൽ what are the uses? That is the first part. Why standards? First, to be par with local practice ആണോ global practice ആണോ? നിങ്ങൾ ഗൂഗിൾ പോയി അടിച്ചു നോക്കിയാൽ അറിയാം, നമ്മൾ ഇന്ത്യയിൽ പഠിക്കുന്ന essay 200, essay സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് 200ഉം ഇന്റർനാഷണൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് 200ഉം ഓൾമോസ്റ്റ് സെയിം ആണ്. സോ to be in par with global practices. Global ആണ്, not local. അങ്ങനെ എടുത്തെഴുതാൻ കാര്യമുണ്ട് കേട്ടോ. അതൊരു MCQ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ ഏതാണ് false? One option was local practices. അല്ല, in par with the global practices across the globe. To improve, സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞൊരു ഫോമാറ്റ് ഉണ്ട് അല്ലേ? വി വിൽ ഫോളോ ദാറ്റ് ടു ഇംപ്രൂവ് ദി ക്വാളിറ്റി, ടു പ്രൊമോട്ട് യൂണിഫോമിറ്റി. ഓരോ ആൾക്കാരും അവരുടെ ഇഷ്ടം പോലെ ചെയ്യില്ലേ? സ്റ്റാൻഡേർഡ്സ് ഇല്ലായിരുന്നുവെങ്കിൽ യൂണിഫോമിറ്റി, ഓർ യു ക്യാൻ കോൾ ഇറ്റ് ആസ് സ്റ്റാൻഡർഡൈസേഷൻ. Now, to equip with skill and knowledge. ഓരോ സ്റ്റാൻഡേർഡും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ പെർട്ടിക്കുലർ ഐറ്റം ഓഡിറ്റ് ചെയ്യുക, ഓർ എന്താണ് ഈ സിറ്റുവേഷനിൽ ചെയ്യുക. സോ വെൻ യു ഗോ ത്രൂ each സ്റ്റാൻഡേർഡ്, you will understand more about how to conduct. It will give you more skill and knowledge. So this is the first part, why standards. Okay. Now second part, ആരുടെ ഡ്യൂട്ടി ആണ് to comply with these standards? കമ്പനി ആണോ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ് ആണോ? സി, സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യേണ്ടത് നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുമ്പം ആരാണോ ചെയ്യുന്നത് അയാളാണ്. സോ ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് ഹൂം? ഡ്യൂട്ടി ഓഫ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ടു ഫോളോ ദി സ്റ്റാൻഡേർഡ്സ്. ഞാൻ പറയുന്ന എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഇഫ് യു വാണ്ട് യു ക്യാൻ നോട്ട് ഓൾസോ. നൗ ദർ ഇസ് എ ഡെപ്റ്റർ ഉണ്ട്. ഡെപ്റ്ററിനെ കുറിച്ച് എങ്ങനെയായിരിക്കും നമ്മൾ ഓഡിറ്റ് എവിഡൻസ് എടുക്കുക? ഈസ് ഓഡിറ്റ് എവിഡൻസ് യൂഷ്വലി സെയിൽസ് ഇൻവോയ്സ് നോക്കാം. ബട്ട് അതിനേക്കാളും സെയിൽസ് ഇൻവോയ്സ് മീൻസ് കമ്പനിയുടെ അകത്താ, മാനിപ്പുലേറ്റർ ആയിരിക്കാം. സോ നമ്മൾ യൂഷ്വലി വി വിൽ ഒബ്റ്റെയിൻ എ കൺഫർമേഷൻ, യു കോൾ ഇറ്റ് ആസ് എക്സ്റ്റേണൽ കൺഫർമേഷൻ ഫ്രം ഡെറ്റർ. ഡെറ്ററിന്റെ കയ്യിൽ നിന്ന് ഒരു കൺഫർമേഷൻ വാങ്ങിക്കും. നൗ കൺഫർമേഷൻ കിട്ടിയില്ല, അൺഎബിൾ ടു ഒബ്റ്റെയിൻ കൺഫർമേഷൻ.
നമ്മൾ ചോദിച്ചു, അയാൾ കൺഫർമേഷൻ തന്നില്ല, അയാളുടെ കയ്യിൽ നിന്ന് റിപ്ലൈ കിട്ടിയില്ല, ഫോർ സം റീസൺ കൺഫർമേഷൻ കിട്ടിയില്ല. സോ നമ്മൾ എന്ത് ചെയ്തു? ഇതിന് പകരം GST കൺഫർമേഷൻ കിട്ടാത്തതുകൊണ്ട് GST ബില്ല് നോക്കി, E-way ബിൽസ് നോക്കി. ഐ ഹോപ്പ് യു ഹാവ് സ്റ്റഡീഡ് ഇൻ GST. E-way ബിൽസ് നോക്കി, GST റിട്ടേൺസുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തു. മീനിങ് അതിന് പകരം ഇത് ചെയ്തു. Can we say this is an example of alternative procedure? കൺഫർമേഷൻ കിട്ടാത്തതുകൊണ്ട് ഓൾട്ടർനേറ്റീവ് പ്രൊസീജിയർ ചെയ്തില്ലേ? Now, ഇങ്ങനൊരു ഓൾട്ടർനേറ്റീവ് പ്രൊസീജിയർ ചെയ്താൽ കുഴപ്പമില്ല. ബട്ട് അതിന്റെ റീസൺസും ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ചെയ്തു എന്നും യൂസേഴ്സിന്റെ അടുത്ത് അറിയിക്കണം ത്രൂ റിപ്പോർട്ട്. ഓഡിറ്റിംഗിൽ നമ്മൾ കേൾക്കുന്ന 2 വേർഡ്സ് ആണ് കേട്ടോ. ഞാൻ ഇവിടെ തന്നെ എഴുതിയേക്കാം, ഇവിടെ വേണ്ട, എന്നാലും ജസ്റ്റ് ഫോർ റീക്യാപ്പ്. 1, അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയർ. അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയർ. സെക്കൻഡ്, ഓൾട്ടർനേറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയർ. സെയിം ആണോ? അഡീഷണൽ മീൻസ് എക്സ്ട്രാ. ഇപ്പൊ വിശക്കുന്നുണ്ട് കേട്ടോ, ദോശ കഴിച്ചു, പോരാ, വിശക്കുന്നു, 2 ഇഡ്ഡലിയും കൂടെ കഴിച്ചു. അഡീഷണൽ. ദോശ കഴിക്കണം എന്നുണ്ടായിരുന്നു, ദോശ കിട്ടിയില്ല, അതിന് പകരം ഇഡ്ഡലി കഴിച്ചു. ഓൾട്ടർനേറ്റീവ് മീൻസ് സംതിങ് എൽസ്. എന്റെ പൊന്നെ, എക്സ്ട്രാ എന്നോ സംതിങ് എൽസ് എന്നൊന്നും എഴുതി കളയല്ലേ, അത് നിങ്ങൾക്ക് മനസ്സിലാൻ എഴുതിയതാ. സോ ഇവിടെ എൻ്റെ എക്സാമ്പിളില് കൺഫർമേഷന് പകരം നമ്മൾ GST ഇൻവോയ്സ്, E-way ബിൽസ് ഒക്കെ നോക്കി എന്ന് പറയണമെങ്കിൽ ഓൾട്ടർനേറ്റീവ് പ്രൊസീജിയർ അല്ലേ? ഈ ഓൾട്ടർനേറ്റീവ് ചെയ്തു എന്ന് ആരെ അറിയിക്കണം? യൂസേഴ്സിനെ അറിയിക്കണം വിത്ത് റീസൺസ്. സോ ഇഫ് യു ആർ അൺഏബിൾ ടു ഫോളോ എ സ്റ്റാൻഡേർഡ്, ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അതായത് കൺഫർമേഷൻ വാങ്ങിക്കണം എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഉണ്ട്, പഠിക്കും, 505 essay. അത് ഡോക്യുമെന്റ് ചെയ്യണം, എഴുതി വെക്കണം. ഓക്കെ, ഇന്ന കാരണം കൊണ്ട് എനിക്ക് ആ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് എന്ത് പ്രൊസീജിയർ ചെയ്തു? ഓൾട്ടർനേറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയർ ചെയ്തു. അതിന്റെ റീസൺസ് ഫോർ ഡിപ്പാർച്ചർ. കമോൺ, ഫ്ലൈറ്റ് ആണത്. ഡിപ്പാർച്ചർ മീൻസ് ഡീവിയേഷൻ, ചേഞ്ച്. യു ഷുഡ് ഡ്രോ ദി അറ്റൻഷൻ ഇൻ യുവർ റിപ്പോർട്ട്. ആരുടെ അറ്റൻഷൻ? യൂസേഴ്സ് അറ്റൻഷൻ. സോ ഗൈസ്, സമ്മപ്പായിട്ട് എന്തായിരുന്നു ഹെഡിങ്? സ്റ്റാൻഡേർഡ്സ്. അതിലെ സബ് ഹെഡിങ് ആണ് വൈ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഹൂസ് ഡ്യൂട്ടി. എന്തിനാണ് സ്റ്റാൻഡേർഡ്സ്? വൈ? ഫസ്റ്റ്, ഫോർ അവർ work engagement to be in par with global practices, to improve the quality, to promote uniformity and standardization. Now, to equip with more skills and knowledge. Now, ഇത് ആരുടെ ഡ്യൂട്ടി ആണ്? ഹൂസ് ഡ്യൂട്ടി? ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഹൂസ് ഡ്യൂട്ടി? ബേസിക്കലി പ്രൊഫഷണൽ അക്കൗണ്ടന്റ്, CA കാരുടെയാണ്. ഇനി ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അത് ഡോക്യുമെന്റ് ചെയ്യുക, ഓൾട്ടർനേറ്റീവ് പ്രൊസീജിയർ ചെയ്യുക, എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല റീസൺസ് പറയാ യൂസേഴ്സിൻ്റെ അടുത്ത്. എവിടെ? റിപ്പോർട്ട്. സോ ഈ പെർട്ടിക്കുലർ എക്സാമ്പിള് ഞാൻ പറഞ്ഞില്ലേ, അതൊരു മെറ്റീരിയൽ ക്വസ്റ്റ്യൻ, റൈറ്റ്? സോ എഴുതി തീർത്തോളൂ. ഞാൻ കുറെ പ്രാവശ്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞേ? 4 എൻഗേജ്മെന്റ്, 5 സ്റ്റാൻഡേർഡ്. സംതിങ് ബിഗ് ഗോയിങ് ടു കം. കമോൺ, നേരെ ഇരുന്നോളൂ. Something big going to come. Sit straight, breathe in, breathe out. Ready? All set? Good to go? Okay. ആദ്യം ഞാനൊന്ന് റഫായിട്ട് പറയാം, എന്നിട്ട് ഇതിലേക്ക് വരാം. എത്ര എൻഗേജ്മെന്റ് എന്നാ പറഞ്ഞ? എൻഗേജ്മെന്റ് മീൻസ് വർക്ക്. എത്ര എൻഗേജ്മെന്റ് എന്നാ പറഞ്ഞ? 4. എത്ര സ്റ്റാൻഡേർഡ് എന്നാ പറഞ്ഞ? 5. ആദ്യം നമ്മൾ ഇയർലി വൺസ് ചെയ്യുന്നത് എന്താണ്? ഓഡിറ്റ്. ഓഡിറ്റ് ചെയ്യുമ്പോൾ ഏത് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം? SA, സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്.
ഓഡിറ്റ് ഇയർലി വൺസ് അല്ലേ? റീസണബിൾ അഷുറൻസ് കൊടുക്കില്ലേ? എങ്ങനെ കൊടുക്കും? സഫീഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് എടുത്ത് കൊടുക്കില്ലേ? മോർ എവിഡൻസ് എടുത്താൽ ഓഡിറ്റിലെ റിസ്ക് കുറയ്ക്കാൻ പറ്റില്ലേ? ഏതിന്റെ പുറത്താ ചെയ്യുന്നത് നമ്മള്? ഓഡിറ്റ് ചെയ്യുന്നത്, അഷുറൻസ് കൊടുക്കുന്നത് ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷന് പുറത്തല്ലേ? സോ ഓഡിറ്റ് എൻഗേജ്മെന്റിന് ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ആണ് എസ്. സെക്കൻഡ്, ഞാൻ കുറച്ചു മുമ്പ് പറയണ്ടായി റിവ്യൂ. ഓഡിറ്റ് ഇസ് ഇയർലി വൺസാ. ഓക്കെ, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഇതാന്ന് തോന്നുന്നു. ഇൻഫോസിസ് വിൽ പ്രിപ്പയർ ഇന്ററിം quarterly financial Q1, Q2, half yearly financials, and this financials will be filed with the SEBI. So അതിനു മുമ്പ് എന്ത് ചെയ്യണം? You have to subject to review. Review is എന്താ പറയാ, ഇയർലി അല്ല, ഇറ്റ് ഈസ് യൂഷ്വലി ഡൺ ഫോർ ഇന്ററിം FS. ഇന്ററിം മീൻസ് ഇൻ ബിറ്റ്വീൻ ക്വാർട്ടർലി, ഹാഫ് ഇയർലി. റിവ്യൂ ചെയ്യുമ്പം ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് ആണ് സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെന്റ്. ഓൾറെഡി പറഞ്ഞതാണ്, റിവ്യൂ മീൻസ് ഒരു ക്വാർട്ടറേ ആവുന്നുള്ളൂ, ഒരു കുറച്ച് പീരീഡേ ആവുന്നുള്ളൂ. സോ യു ക്യാൻ ഗിവ് ഓൺലി എ ലിമിറ്റഡ് അഷുറൻസ് ആൻഡ് നോട്ട് എ റീസണബിൾ അഷുറൻസ്. ബട്ട് സ്റ്റിൽ ഒരു CA ചെയ്യുമ്പം എവിഡൻസ് വിൽ ബി സഫീഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ്. റിവ്യൂ ചെയ്യപ്പെടുന്നത് ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽസിന്റെ പുറത്തല്ലേ? സോ ഗൈസ്, റിവ്യൂ എൻഗേജ്മെന്റ് ചെയ്യുമ്പം ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് ആണ് SRE, സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെന്റ്. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ്, സി, ഈ ഓഡിറ്റിലും റിവ്യൂലും സിമിലാരിറ്റി എന്താടാ? രണ്ടിലും ഒരു അഷുറൻസ് കൊടുക്കുന്നുണ്ട്, രണ്ടിലും ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യലിന്റെ പുറത്താ, രണ്ടിലും സഫീഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് എടുക്കുന്നുണ്ട്. ഡിഫറൻസ് എന്താ? ഒന്ന്, ഇവിടെ കൊടുക്കുന്ന റീസണബിൾ, ഇവിടെ കൊടുക്കുന്ന ലിമിറ്റഡ്. ഇവിടെ ഇയർലി ആണ് ചെയ്യുന്നത്, ഇവിടെ ഇൻട്രമിലാണ്. നമ്മൾ വേറെ പേര് പറയാം, ഐശ്വര്യ. നമ്മളെ CA ഐശ്വര്യനെ അപ്പോയിന്റ് ചെയ്തു. എന്തിനാന്ന് ചോദിക്കൂ? ഓ, ചോദിക്കടാ. ഐശ്വര്യനെ അപ്പോയിന്റ് ചെയ്തു ടു ഗിവ് അഷുറൻസ് ഓൺ ഇന്റേണൽ കൺട്രോൾ ഓഫ് എ കമ്പനി. മാം, ഇന്റേണൽ കൺട്രോൾ ഡിസൈൻ ചെയ്യുന്നത് മാനേജ്മെന്റ് അല്ലേ? ആണല്ലോ. ആ കൺട്രോൾ പ്രോപ്പർ ആണോ ഇല്ലയോ എന്ന് നോക്കി പറയാൻ വേണ്ടി ഐശ്വര്യനെ അപ്പോയിന്റ് ചെയ്തു. Here Aishwarya is going to give an assurance on internal control of the company. ഇത് other than historical financial അല്ലേ? other than historical financial അല്ലേ? historical financial അല്ലല്ലോ. or ഐശ്വര്യനെ അപ്പോയിന്റ് ചെയ്തു to give a assurance on prospective financial info. ഇപ്പം ചെയ്ത വൺ ഓഫ് ദി വർക്ക് ആണ്, ഒരു ബാങ്കിൽ നിന്ന് ലോൺ വേണം. സോ കമ്പനി എന്ത് ചെയ്തു? നെക്സ്റ്റ് 5 ഇയേഴ്സിന്റെ പ്രൊജക്റ്റഡ് പ്രോസ്പെക്റ്റീവ് ഫ്യൂച്ചർ ഫിനാൻഷ്യൽ പ്രിപ്പയർ ചെയ്തു, അസംഷൻസ് ഒക്കെ ഇട്ട്. സെയിൽസ് 10% കൂടും, 20% കൂടും, അസംഷൻസ് ഒക്കെ ഇട്ട് പ്രിപ്പയർ ദി പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ. എന്നിട്ട് നമ്മളെടുത്ത് കൊണ്ടുവന്നു. നമ്മൾ എന്ത് ചെയ്യണം? അവര് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് നോക്കി അഷുറൻസ് കൊടുക്കണം. ഇതും അതർ ദാൻ ഹിസ്റ്റോറിക്കൽ അല്ലേടാ? Historical means past, prospective means future. Such engagement is called as assurance. ആ എൻഗേജ്മെന്റില് ചെയ്യുമ്പം you have to follow set of standards called as SAE, Standards on Assurance Engagement. മക്കളെ, ഓഡിറ്റ് ചെയ്യുമ്പം SA, റിവ്യൂ ചെയ്യുമ്പോൾ SRE, അഷുറൻസ് എൻഗേജ്മെന്റിന് SAE. Now, ഈ മൂന്നിലും ഒരു സിമിലാരിറ്റി പറ. ഓഡിറ്റ് ഇയർലി വൺസ് ചെയ്യും, ഫിനാൻഷ്യൽസിന്റെ പുറത്ത് ഹിസ്റ്റോറിക്കൽ, റിവ്യൂ ഇന്റർമില് ചെയ്യും, ക്വാർട്ടർലി എക്സെട്ര. അവിടെയും ഒരു അഷുറൻസ് കൊടുക്കും, അഷുറൻസിലും ഒരു അഷുറൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം അഷുറൻസ് എൻഗേജ്മെന്റാ. അപ്പം ഇത് രണ്ടും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഓഡിറ്റും റിവ്യൂവും ചെയ്യപ്പെടുന്നത് ഏതിന്റെ പുറത്താ? ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽസിന്റെ പുറത്താ.
Whereas assurance ചെയ്യുന്നത് ഏതിന്റെ പുറത്താ? Other than historical financial. Like internal control നോക്കി പറയാൻ, assurance കൊടുക്കാൻ, prospective, future financialsന് പുറത്ത്, projectedന് പുറത്ത് assurance കൊടുക്കാൻ. So ഈ മൂന്നും you call it as assurance engagement. Why assurance engagement എന്ന് വിളിക്കുന്നത്? നമ്മളൊരു assurance കൊടുക്കുന്നില്ലേ? ശരി. നെക്സ്റ്റ്. എത്ര എൻഗേജ്മെന്റാ പറഞ്ഞേ? 4. എത്ര സ്റ്റാൻഡേർഡാ പറഞ്ഞേ? 5. റൈറ്റ്. നെക്സ്റ്റ്. സംതിങ് കോൾഡ് ആസ് റിലേറ്റഡ് സർവീസസ്. മിസ്സേ, വാട്ട് ഇസ് ദാറ്റ്? പറഞ്ഞുതരാം. നമ്മൾ ഐശ്വര്യനെ അപ്പോയിന്റ് ചെയ്തു ടു കമ്പൈൽ ദി ഫിനാൻഷ്യൽ. കമ്പൈൽ മീൻസ് പ്രിപ്പയർ ചെയ്യുക, or to do some agreed upon procedure. Agreed upon procedure means എന്തെങ്കിലും ഒരു പ്രൊസീജിയർ എഗ്രീഡ് ആയിട്ടുള്ള ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ ക്രെഡിറ്റേഴ്സിന്റെ ലിസ്റ്റ് ഒന്ന് നോക്കി പറയാൻ, മാനേജ്മെന്റിന് വേണ്ടി അഷുറൻസ് ഒന്നും കൊടുക്കണ്ട, ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യാൻ, കമ്പൈൽ ചെയ്യാൻ. കമ്പൈൽ ചെയ്യുന്നത് മാനേജ്മെന്റ് അല്ലേ? അതെ. ഇവിടെ മാനേജ്മെന്റിന് അതിനുള്ള കമ്പീറ്റൻസ് ഇല്ലാത്തത് കൊണ്ട് ഐശ്വര്യനെ അപ്പോയിന്റ് ചെയ്തു. ഐശ്വര്യ മാനേജ്മെന്റിന് വേണ്ടി ഫിനാൻഷ്യൽ കമ്പൈൽ ചെയ്ത് കൊടുക്കും വിത്തൗട്ട് എനി അഷുറൻസ്. സച്ച് എൻഗേജ്മെന്റ്, നോ അഷുറൻസ്, ഷീ ഈസ് ജസ്റ്റ് ഡൂയിങ് സം റിലേറ്റഡ് സർവീസസ് ഫോർ മാനേജ്മെന്റ്. മാനേജ്മെന്റിന് വേണ്ടി എന്തോ റിലേറ്റഡ് സർവീസസ് ചെയ്യുക. സച്ച് എൻഗേജ്മെന്റ്സ് ആർ കോൾഡ് ആസ് റിലേറ്റഡ് സർവീസസ് വിത്തൗട്ട് എനി നോ അഷുറൻസ്. അങ്ങനത്തെ എൻഗേജ്മെന്റ് ചെയ്യുമ്പം SRS, സ്റ്റാൻഡേർഡ്സ് ഓൺ റിലേറ്റഡ് സർവീസസ്. അപ്പം ആദ്യത്തെ മൂന്നും ഓഡിറ്റ്, റിവ്യൂ, അഷുറൻസും നാലാമത്തെ പറഞ്ഞ റിലേറ്റഡ് സർവീസസും തമ്മിൽ എന്താ വ്യത്യാസം? ആദ്യത്തെ മൂന്നിലും അഷുറൻസ് കൊടുക്കുന്നുണ്ട്. Whereas related services, you are not giving any assurance. No assurance. മക്കളെ, ഇതെല്ലാം ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യും, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം, സെറ്റാക്കാം. സോ ഓഡിറ്റ് ചെയ്യുമ്പം SA ഫോളോ ചെയ്ത് ഓഡിറ്റ് ചെയ്യുക. റിവ്യൂ ഇൻട്രീം FSൽ നോക്കുമ്പോൾ SRE ഫോളോ ചെയ്യുക. അതർ ദാൻ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽസ് നോക്കുമ്പോൾ SAE നോക്കുക. ഒരു അഷുറൻസും കൊടുക്കാതെ റിലേറ്റഡ് സർവീസസ് ചെയ്താൽ SRS ഫോളോ ചെയ്യുക. Now, ഐശ്വര്യ ആൻഡ് അസോസിയേറ്റ്സ് ഒരു CA ഫാം. ആ CA ഫാമിൽ ഓഡിറ്റും കാണും, റിവ്യൂ വർക്കും കാണാം, അഷുറൻസ് വർക്കും കാണാം, റിലേറ്റഡ് സർവീസും കാണാം. ഏത് വർക്ക് ചെയ്താലും ഐശ്വര്യ ആൻഡ് അസോസിയേറ്റ്സ്, ആ CA ഫേം ഇല്ലേ, ഫേം ഷുഡ് ഹാവ് what? Policies and procedures to maintain quality. So ഒരു CA ഫേമിന്റെ അകത്ത് ക്വാളിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പഠിപ്പിക്കാൻ there is a standards which is called as SQC, Standards on Quality Control. ഒരു CA ഫേമിന്റെ അകത്ത് ഇംപ്ലിമെന്റ് ചെയ്യണം. എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം? SQC നമ്മൾ ചാപ്റ്റർ 11 പഠിക്കും. വെയിറ്റ് ചെയ്യും. മനസ്സിലായോ മക്കളെ? സിമ്പിൾ ആയിട്ട് പറയാം, ഇയർലി വൺസ് ചെയ്യുന്ന എൻഗേജ്മെന്റ് ഓഡിറ്റാണ്. ഓഡിറ്റിൽ റീസണബിൾ അഷുറൻസ് കൊടുക്കും, അതിന് എവിഡൻസ് എടുക്കും, അത് ത്രൂ റിസ്ക് കുറയ്ക്കും. ഓഡിറ്റ് ചെയ്യുമ്പോൾ SA ഫോളോ ചെയ്യണം. ഓഡിറ്റ് ഇയർലി വൺസ് ആണ്. സോ റിവ്യൂ ഇൻട്രീം ഫിനാൻഷ്യൽസ് ഒക്കെ നോക്കുമ്പം റിവ്യൂ എൻഗേജ്മെന്റ് വിളിക്കും. റിവ്യൂ എൻഗേജ്മെന്റ് ഇൻട്രീമിലായതുകൊണ്ട് ലിമിറ്റഡ് അഷുറൻസേ കൊടുക്കാൻ പറ്റൂ, ബട്ട് സ്റ്റിൽ യു വിൽ ഒബ്റ്റെയിൻ എവിഡൻസ്, സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ്, ആൻഡ് യു വിൽ ഗിവ് ഓൺലി എ ലിമിറ്റഡ് അഷുറൻസ്. റീസണബിൾ പറ്റില്ല. ബട്ട് ഇത് രണ്ടും ഓഡിറ്റ് ആണെങ്കിലും റിവ്യൂ ആണെങ്കിലും ചെയ്യപ്പെടുന്നത് ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽസിന് പുറത്താണ്. നൗ അഷുറൻസ്, അതർ ദാൻ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽസിന് പുറത്ത് ഒരു അഷുറൻസ് കൊടുക്കുവാണെങ്കിൽ അഷുറൻസ് എൻഗേജ്മെന്റ് ആണ്. അത് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ടതാണ് SAE. നൗ ഇതെല്ലാം ഈ മൂന്നും ചേർത്ത് യു കോൾ ഇറ്റ് ആസ് അഷുറൻസ് എൻഗേജ്മെന്റ്. SRS, Standards on Related Services, it's called as non-assurance engagement without giving any assurance. Why? അതിലൊരു അഷുറൻസും ഇല്ലല്ലോ.
യു ആർ ഡൂയിങ് സം സർവീസസ്. ഫൈനലി ഒരു CA ഫേമിൽ പി പോളിസീസ് ആൻഡ് പ്രൊസീജിയർ വേണം. എങ്ങനെ ആ ഫേമിലെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. അതൊരു എൻഗേജ്മെന്റിന്റെ സ്റ്റാൻഡേർഡ് അല്ലടാ, അത് ഓവറോൾ ഫേം ലെവലിലെ സ്റ്റാൻഡേർഡാണ്. റൈറ്റ്? ഇപ്പൊ കണ്ട ട്രെയിലറാ, മെയിൻ പിക്ക് ആക്കിയാലോ? പേടിക്കണ്ട, നോം സെറ്റ് ആക്കി തരാം. See, we were in the heading why standards and whose duty. Now, heading is engagement and quality control standards. ഇതാരെ ഇഷ്യൂ ചെയ്തെന്നറിയാമോ? നമ്മുടെ അമ്മ ICA AASB, ഓഡിറ്റിംഗ് അഷുറൻസ് സ്റ്റാൻഡേർഡ് ബോർഡ്, ICAയുടെ ബോർഡാണ്. മക്കളെ വേണമെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെച്ചോ. എത്ര സ്റ്റാൻഡേർഡാ പറഞ്ഞേ? 5 സ്റ്റാൻഡേർഡ്സ്. SA, SRE, SAE, SRS, SQC. എത്ര എൻഗേജ്മെന്റാ പറഞ്ഞേ? എൻഗേജ്മെന്റ് മീൻസ് വർക്ക് എഗ്രിമെന്റ് ബിറ്റ്വീൻ ഓഡിറ്റർ ആൻഡ് ക്ലയന്റ്, പ്രാക്ടീഷണർ ആൻഡ് ക്ലയന്റ്. 4 ഓഡിറ്റ്, റിവ്യൂ, അഷുറൻസ്, റിലേറ്റഡ് സർവീസ്. സോ 4 എൻഗേജ്മെന്റും ഒരു ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ്. ഒന്ന് സപ്പോർട്ട് ആക്കുവാടാ പ്ലീസ്. ഹെഡിങ് എഴുതിയോ? എൻഗേജ്മെന്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ്സ്. ഫോർ എൻഗേജ്മെന്റ് 5 സ്റ്റാൻഡേർഡ്സ്. ഫസ്റ്റ് എൻഗേജ്മെന്റ് ഓഡിറ്റ്. ഓഡിറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് ആണ് SA. ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് അഷുറൻസ് കൊടുക്കും? ആസ് വി ഓൾറെഡി സെഡ്, വി ഗിവ് അ റീസണബിൾ അഷുറൻസ്. റീസണബിൾ അഷുറൻസ് കൊടുക്കാൻ എന്ത് ചെയ്യും? സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. AES ഓഡിറ്റ് എവിഡൻസ്. മക്കളെ ഷോർട്ട് ഫോം ആണ്, എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ മെസ്സേജ് അയക്കാം. സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് എടുക്കും. മോർ എവിഡൻസ് എടുത്താൽ റിസ്ക്, പർച്ചേസിൽ കുറെ റിസ്ക് ഉണ്ട്, തെറ്റാനുള്ള സാധ്യത. എങ്കിൽ കൂടുതൽ എവിഡൻസ് കളക്ട് ചെയ്ത റിസ്ക് കുറയ്ക്കൂലേ? റെഡ്യൂസ് റിസ്ക് ടു ആൻ ആക്സെപ്റ്റബിൾ ലോ ലെവൽ. എങ്ങനെ? കൂടുതൽ എവിഡൻസ് കളക്ട് ചെയ്യും, റിസ്ക് കുറയ്ക്കും. ഏതിന്റെ പുറത്ത് ഓഡിറ്റ് ചെയ്യുന്നത്? ഹിസ്റ്റോറിക്കൽ ഫൈനാൻഷ്യൽ ഇൻഫർമേഷന്റെ പുറത്ത്. തിരിച്ചു പറ. ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷന്റെ പുറത്ത്. റീസണബിൾ അഷുറൻസ് കൊടുക്കാൻ സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് എടുക്കും. ആ എവിഡൻസ് ത്രൂ റിസ്കിനെ ആക്സെപ്റ്റബിൾ ലോ ലെവലിലേക്ക് റെഡ്യൂസ് ചെയ്യും. എപ്പം? ഓഡിറ്റ് എൻഗേജ്മെന്റ് ചെയ്യുമ്പം. ഇങ്ങനത്തെ എൻഗേജ്മെന്റ് ചെയ്യുമ്പം CAക്കാർ ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് ആണ് SA. ഓൾറെഡി ഒരു SA കഴിഞ്ഞല്ലോടാ. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് SA 200 ആൻഡ് ഇറ്റ് ഗോസ് ഓൺ ടിൽ 800 ആൻഡ് ആ സീരീസ് 200, 300 series, 400 series, 500, 600, 700, 800 series. Audit. Now next, review engagement. See, audit നമ്മൾ ചെയ്യുന്നത് ഇയർലി വൺസാ. റിവ്യൂ എന്ന് പറഞ്ഞത് ക്വാർട്ടർലിയാ or half yearly. Can I call it as interim financial? Interim means it can be quarterly or it can be half yearly, monthly, etc. Now, review ചെയ്യുമ്പം ഒരു ക്വാർട്ടർലി ആവുന്നുള്ളൂ. ഓഡിറ്റ് പോലെ ഒരു വർഷം നമുക്ക് നോക്കി പറയാൻ പറ്റില്ലല്ലോ. സോ യു ഗിവ് ഓൺലി എന്ത് അഷൂറൻസ്? ലിമിറ്റഡ് അഷൂറൻസ്. നമ്മൾ എവിഡൻസ് കുറെ എടുക്കുവോ? ഒരു CA അഷുറൻസ് കൊടുക്കുവാണെങ്കിൽ എവിഡൻസ് ഷുഡ് ബി ഓൾവേസ് സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ്. ആ എവിഡൻസ് ത്രൂ റിസ്ക് യു ക്യാൻ റെഡ്യൂസ് ഇറ്റ് ടു എ ആക്സെപ്റ്റബിൾ ലെവൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലോ ഇല്ല. യുനോ വൈ? ഓഡിറ്റിലാണോ റിവ്യൂവിലാണോ മോർ പ്രൊസീജിയർ? ഓഡിറ്റിലാണ് യു പെർഫോം മോർ പ്രൊസീജിയർ. ഒരു വർഷമല്ലേ നോക്കുന്നേ. ഹിയർ യു വിൽ പെർഫോം ഓൺലി ഫ്യൂവർ പ്രൊസീജിയർ. കുറവ് പ്രൊസീജിയറാ. കുറവ് പ്രൊസീജിയർ ആണെങ്കിൽ റിസ്ക് ഒരു ലിമിറ്റ് വരെയല്ലേ കുറയ്ക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇവിടെ ലോ ഇല്ലാത്ത.
സോ ഏതിന്റെ പുറത്താണ് റിവ്യൂ ചെയ്യുന്നത്? അഗൈൻ യു ഡു ഇറ്റ് ഓൺ ആ ഹിസ്റ്റോറിക്കൽ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ. മക്കളെ റിവേഴ്സീവ് വായിക്ക്. ഹിസ്റ്റോറിക്കൽ ഫൈനാൻഷ്യൽ ഇൻഫർമേഷന്റെ പുറത്ത് ലിമിറ്റഡ് അഷുറൻസ് കൊടുക്കാൻ യു വിൽ ഒബ്റ്റെയിൻ സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ്. ആ എവിഡൻസ് ത്രൂ റിസ്ക് ആക്സെപ്റ്റബിൾ ലെവലിലേക്ക് കുറയ്ക്കും. എപ്പം? റിവ്യൂ വർക്ക് ചെയ്യുമ്പം, എൻഗേജ്മെന്റ്. ആ സമയത്ത് ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് ആണ് SRE, സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെന്റ്. 2 SRE ഉള്ളു കേട്ടോ. ഞെട്ടുവോ നമ്പർ പറഞ്ഞ? SRE 2400, SRE 2410. CA ഫൈനലും പഠിപ്പിക്കുന്നുണ്ട് പറയുകയാണെ. ഈ 2 സ്റ്റാൻഡേർഡും കൂടെ ചേർത്ത് CA ഫൈനലിന്റെ ഒരു ചാപ്റ്റർ. അതപ്പോൾ പഠിക്കാമേ. സോ ഗൈസ്, ഇത് രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റി എന്തായിരുന്നു? രണ്ടിലും യു ആർ ഗോയിങ് ടു ഡു എൻഗേജ്മെന്റ് ഓൺ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ. രണ്ടിലും സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഉണ്ട്. രണ്ടിലും അഷുറൻസ് ഉണ്ട്. ഡിഫറൻസ് ഉണ്ട്. ഒന്നിൽ റീസണബിൾ, മറ്റേതിൽ ലിമിറ്റഡ്. തേർഡ്, അതർ ദാൻ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽസിന് ഓർമ്മയുണ്ടോ നമ്മളുടെ ഐശ്വര്യയുടെ എക്സാമ്പിളിൽ? അതർ ദാൻ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷന്റെ പുറത്ത് യു ആർ ഗോയിങ് ടു ഗിവ് ഐദർ എന്തെങ്കിലും ഒരു അഷുറൻസ്, റീസണബിൾ ഓർ ലിമിറ്റഡ് അഷുറൻസ് കൊടുക്കാം. എക്സാമ്പിൾ, ഐശ്വര്യൻ അപ്പോയിന്റ് ചെയ്തു ടു ചെക്ക് വെദർ ഇന്റേണൽ കൺട്രോൾസ് ആർ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി ആൻഡ് ടു ഗിവ് എ റിപ്പോർട്ട്. ഇന്റേണൽ കൺട്രോൾ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് കൊടുക്കണം. കൺട്രോളിന്റെ പുറത്ത് അഷുറൻസ്. ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്ന അതർ ദാൻ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ അല്ലേ? വേറെ എക്സാമ്പിൾ പറഞ്ഞില്ലേടാ? പ്രോസ്പെക്റ്റീവ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ അസംഷൻസ് പ്രകാരം പ്രിപ്പയർ ചെയ്യും. അസംഷൻസ് പ്രകാരം പ്രിപ്പയർഡ്, പ്രസന്റഡ് ആൻഡ് ഡിസ്ക്ലോസ്ഡ്. നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്ക് ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്ത് ഒരു ക്ലയന്റ് കൊണ്ടുവന്നു, നമ്മൾ നോക്കി അഷുറൻസ് കൊടുക്കണം. അതും അതർ ദാൻ ഹിസ്റ്റോറിക്കൽ അല്ലേ? സച്ച് എൻഗേജ്മെന്റ് ഇസ് കോൾഡ് ആസ് ദി അഷുറൻസ് എൻഗേജ്മെന്റ്. അങ്ങനത്തെ എൻഗേജ്മെന്റ് ചെയ്യുമ്പം യു ഹാവ് ടു ഫോളോ എ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് കോൾഡ് ആസ് SAE, സ്റ്റാൻഡേർഡ്സ് ഓൺ അഷുറൻസ് എൻഗേജ്മെന്റ്. 2 SAE ആണ് നമ്മൾ ബുക്കിൽ പറഞ്ഞത്. ആക്ച്വലി 3 ഉണ്ട്, 3ഉം പറയാം. 3400, 3402, 3420. Just ignore that for the time being. Final പഠിക്കും ആ numbers in detail. So guys, reverse angle പറഞ്ഞാൽ അതർ ദാൻ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ, ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ അല്ലാത്ത ഒരു സബ്ജക്ട് മാറ്റർ, മീനിങ് ഒരു ഐറ്റത്തിന്റെ പുറത്ത് എന്തോ ഒരു അഷുറൻസ് കൊടുക്കുക, റീസണബിളോ ലിമിറ്റഡോ. സച്ച് എൻഗേജ്മെന്റ് ഇസ് കോൾഡ് ആസ് അഷുറൻസ്. അങ്ങനത്തെ എൻഗേജ്മെന്റ് ചെയ്യുമ്പം ഫോളോ ചെയ്യേണ്ട സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് SAE, സ്റ്റാൻഡേർഡ്സ് ഓൺ അഷുറൻസ് എൻഗേജ്മെന്റ്സ്. സോ ഗൈസ്, ഈ 3 എൻഗേജ്മെന്റില്ലേ, ഓഡിറ്റ്, റിവ്യൂ, അഷുറൻസ്, ഈ 3ഉം കൂടെ ചേർത്ത് യു കോൾ ഇറ്റ് ആസ് വാട്ട്? അഷുറൻസ് എൻഗേജ്മെന്റ്. ഏത് 3? ഓഡിറ്റും, റിവ്യൂ, അഷുറൻസ്. വൈ? 3ലും നമ്മൾ അഷുറൻസ് ഇല്ലേ? ഡിഫറൻസ് എന്താണ്? ഓഡിറ്റും റിവ്യൂവും ഹിസ്റ്റോറിക്കലിന്റെ പുറത്താ, അഷുറൻസ് അതർ ദാൻ ഹിസ്റ്റോറിക്കൽ. സോ ഈ 3 എൻഗേജ്മെന്റും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്ത് എൻഗേജ്മെന്റ്? അഷുറൻസ് എൻഗേജ്മെന്റ്. നൗ യു ഹാവ്, നമ്മുടെ ഐശ്വര്യനെ അപ്പോയിന്റ് ചെയ്തു, ഓർമ്മയുണ്ടോ? കമ്പൈലേഷൻ ഫിനാൻഷ്യൽ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് റിപ്പോർട്ട് കൊടുക്കണം. ഐശ്വര്യ, ആഫ്റ്റർ യു പ്രിപ്പയർ ദി ഫിനാൻഷ്യൽ ഹാവ് ടു ഗിവ് ദി റിപ്പോർട്ട്. നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓർ യു വിൽ ഡു എഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ, മീനിങ് ക്രെഡിറ്ററിന്റെ ലിസ്റ്റ് ഒന്ന് നോക്കി പറയുവോ? ആൻഡ്
ഐശ്വര്യ ഇവിടെ പറയാൻ പോകുന്നത് ഫാക്ച്വൽ ഫൈൻഡിങ്സ് ആ. ഞാൻ ക്രെഡിറ്ററിന്റെ ലിസ്റ്റ് നോക്കി, ഇതൊക്കെയാണ് ഞങ്ങൾ നോക്കിയല്ലേ ഫാക്ട്സ്. ഇവിടെ ഐശ്വര്യ, യു ആർ നോട്ട് ഗിവിംഗ് എനി അഷൂറൻസ്. ഹിയർ ദർ ഇസ് നോ അഷൂറൻസ്. Such engagements are called as what? Related services. So related services, like something related, management നമ്മൾ അപ്പോയിന്റ് ചെയ്യും, നമ്മളൊരു സി എക്കാര് അത് ചെയ്ത് കൊടുക്കുക, എഗ്രീഡ് അപ്പോൺ കമ്പൈൽ ചെയ്ത് കൊടുക്കുക, റിപ്പോർട്ട് കൊടുക്കും കേട്ടോ, വിത്തൗട്ട് എനി അഷുറൻസ്, നമ്മളിത് ചെയ്തു പറഞ്ഞതുപോലെ. സോ സച്ച് എൻഗേജ്മെന്റ് ഇസ് കോൾഡ് ആസ് റിലേറ്റഡ് സർവീസസ്. ആ എൻഗേജ്മെന്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് SRS. നമ്പർ വേണോ? ഒരു വഴിക്ക് പോയില്ലേ, എന്നാ പിടിച്ചോ. SRS 4400, 4400. Come on, reverse. കമ്പൈലേഷൻ എൻഗേജ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും എഗ്രീഡ് ആയിട്ട് മാനേജ്മെന്റ് പറയുന്നതിന്റെ പുറത്ത് ഫാക്ട്സ് കണ്ടുപിടിച്ച് കൊടുക്കാൻ വിത്തൗട്ട് ഗിവിംഗ് എനി അഷൂറൻസ്, സച്ച് എൻഗേജ്മെന്റ്സ് ആർ കോൾഡ് ആസ് റിലേറ്റഡ് സർവീസസ്. അങ്ങനത്തെ എൻഗേജ്മെന്റ് ചെയ്യുമ്പം യു ഹാവ് ടു ഫോളോ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് കോൾഡ് ആസ് SRS. സി, ഓഡിറ്റ്, റിവ്യൂ, അഷൂറൻസ്, ഈ മൂന്നും കൂടെ അഷൂറൻസ് എൻഗേജ്മെന്റ് എന്ന് വിളിക്കും. വേറാസ് റിലേറ്റഡ് സർവീസ് ഇല്ലേ, അഷൂറൻസ് ഇല്ലല്ലോ. സോ ഇറ്റ്സ് കോൾഡ് ആസ് നോൺ അഷൂറൻസ് എൻഗേജ്മെന്റ്സ്. അഷൂറൻസ് ഇല്ലല്ലോടാ. കൂടെ ഉണ്ടോ? SQC, ഒരേ ഒരു SQC ഉള്ള. ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചാപ്റ്റർ 11 പഠിക്കുവേ. ഇൻഫാക്ട് ഞാൻ ഓഡിറ്റിങ്ങിനെ ബക്കറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തല്ലോ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സെഷനിൽ. അതിൽ പറഞ്ഞായിരുന്നു ചാപ്റ്റർ 1 കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ പോകുന്ന ഏത് ചാപ്റ്ററാ? ചാപ്റ്റർ 11. ഓക്കെ, സോ സ്റ്റാൻഡേർഡ്സ് ഓൺ ക്വാളിറ്റി കൺട്രോൾ എന്താണിത്? This states or this standards issued by ICA. ഇതൊക്കെ ഇഷ്യൂ ചെയ്ത് ആരാന്ന് ഓർമ്മയുണ്ടാ? നമ്മുടെ അമ്മ AASB, ICAയുടെ ബോർഡ്, ഓഡിറ്റിംഗ് അഷുറൻസ് സ്റ്റാൻഡേർഡ് ബോർഡ്, ഓഡിറ്റിംഗ് അഷുറൻസ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഓക്കെ, ആ ബോർഡ് ഇഷ്യൂ ചെയ്ത സ്റ്റാൻഡേർഡ് SQC. ഇത് പഠിപ്പിക്കുന്നത് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. ഒരു CA ഫേമിൽ എന്തൊക്കെ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഇംപ്ലിമെന്റ് ചെയ്യണം, എവിടെ 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 ഫേം ലെവലില്. ഒരു എൻഗേജ്മെന്റിനല്ല, ഒരു ഫേമിൽ ഏത് എൻഗേജ്മെന്റ് എടുത്താലും വർക്കിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും, അതിനാണ് SQC. ഗൈസ്, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സമ്മ പോരാ, പോസ് ചെയ്തിട്ട് നോട്ട്സ് എഴുതിക്കോണേ. ഓക്കെ, സോ ഹിയർ സി, അഷൂറൻസ് എൻഗേജ്മെന്റ് അല്ലെങ്കിൽ അഷൂറൻസ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ SA, SRE, SAE. എല്ലാത്തിലും അഷൂറൻസ് ഇല്ലേ? Now ഏതാണ് നോൺ അഷൂറൻസ് കൊടുക്കാത്ത സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ചോദിച്ചാൽ SRS. ഏതാണ് എൻഗേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് എന്ന് ചോദിച്ചാലോ? എൻഗേജ്മെന്റ് മീൻസ് വർക്ക്. ഓഡിറ്റർ എൻഗേജ്മെന്റ് അല്ലേ, റിവ്യൂ ഒരു എൻഗേജ്മെന്റ് അല്ലേ, അഷൂറൻസ് ഒരു എൻഗേജ്മെന്റ് അല്ലേ, റിലേറ്റഡ് സർവീസസ് ഒരു എൻഗേജ്മെന്റ് അല്ലേ? ഏതാണ് നോൺ എൻഗേജ്മെന്റ് സ്റ്റാൻഡേർഡ്? ഒരു എൻഗേജ്മെന്റ് അല്ല, മൊത്തമായിട്ടൊരു ഫേം ലെവൽ, അതാണ് SQC. ഓഡിറ്റ് SA, റിവ്യൂവിന് SRE, അഷൂറൻസിന് SAE, റിലേറ്റഡ് സർവീസിന് SRS. ഇതെല്ലാം ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട CA ഫേമിലെ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് SQC. ക്ലിയർ ആണോ? ഒരു സിപ്പ് ഓഫ് വെള്ളമൊക്കെ കുടിക്കൂ. ഒന്നും കൂടെ അത് റിവൈസ് ചെയ്യാം. ഒന്നും കൂടെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കേൾക്കുക. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഞാൻ പറഞ്ഞ എക്സാമ്പിളൊക്കെ ഒന്ന് ആലോചിക്കുക.
പിന്നെ ഇങ്ങനെ വരയ്ക്കുന്ന ബോക്സ് ഒക്കെ ഒന്ന് എഴുതിയിട്ടോ, യൂസ്ഫുൾ ആവും. സ്റ്റിക്കി നോട്ട് എന്ന് പറയാം, സ്റ്റിക്കി നോട്ട്സ് എന്ന് പറയും. നമ്മൾ അവിടെ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക, ഇതുപോലെ സ്റ്റിക്കി നോട്ട് വെച്ച്. എടാ എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, എഴുതി തന്നിട്ട് പറഞ്ഞ് ഞാൻ ചോദിക്കട്ടെ. എന്താ ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റും റിവ്യൂവും? ഫസ്റ്റ് കൺഫ്യൂഷൻ. സെക്കൻഡ്, എന്താ ഡിഫറൻസ് ബിറ്റ്വീൻ റീസണബിളും ലിമിറ്റഡ് അഷുറൻസും? മിസ്സേ, ഓഡിറ്റും റിവ്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ പറഞ്ഞു, റീസണബിളും ലിമിറ്റഡ് അഷുറൻസും ഇവിടെ പറഞ്ഞു. ഒന്നും കൂടെ പറയിച്ച് ക്ലാരിറ്റി ഉണ്ടാക്കിയാലോ? സോ നെക്സ്റ്റ് ഹെഡിങ് എഴുതിക്കോളൂ, ഓഡിറ്റും റിവ്യൂവും തമ്മിലുള്ള വ്യത്യാസം. പഠിപ്പിക്കാനൊന്നും അല്ലെന്നേ, ഇത് വന്നിട്ട് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാണ് ഇപ്പൊ ചെയ്ത പോർഷൻ തന്നെയാ. ഓക്കെ, ഓഡിറ്റ്, ഇവിടെ റിവ്യൂ. ഓഡിറ്റിൽ നമ്മൾ കൊടുക്കുന്ന ഏത് അഷുറൻസാ? യു റൈറ്റ്, റീസണബിൾ അഷുറൻസ്. റിവ്യൂ ക്വാർട്ടർ അല്ലേ, ഹാഫ് ഇയർ അല്ലേ, ലിമിറ്റഡ് അഷുറൻസാ. ഏതിലായിരിക്കും നമ്മൾ കൂടുതൽ പ്രൊസീജിയർ ചെയ്യാം? ഓഫ് കോഴ്സ് ഓഡിറ്റ്. ഓഡിറ്റിൽ യു വിൽ പെർഫോം മോർ എക്സോസ്റ്റീവ് ആൻഡ് എലാബറേറ്റീവ് പ്രൊസീജിയർ അല്ലേ, whereas റിവ്യൂവിൽ ഫ്യൂവർ പ്രൊസീജിയർ. ഓഡിറ്റിൽ പ്രൊസീജിയർ കൂടുതലായതുകൊണ്ട് യു ക്യാൻ റെഡ്യൂസ് റിസ്ക് ടു ആൻ acceptable low level, whereas reviewil you can reduce risk only to a acceptable level. എടാ ഇതൊക്കെ ഞാൻ ആ ടേബിളിൽ പറഞ്ഞല്ലേ. ഡിഫറൻസ് ആ ഇപ്പൊ പറഞ്ഞത്, ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റും റിവ്യൂവും. സിമിലാരിറ്റിയും കൂടെ ഒന്ന് പറഞ്ഞുതരോ? രണ്ടാണെങ്കിലും ചെയ്യപ്പെടുന്നത് ഏതിന്റെ പുറത്താ? ഹിസ്റ്റോറിക്കൽ ഫൈനാൻഷ്യൽ ഇൻഫർമേഷന്റെ പുറത്താ. രണ്ടിലും മക്കളെ യു വിൽ ഒബ്റ്റെയിൻ സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ്. സോ ഇപ്പൊ പറഞ്ഞത് ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് ആൻഡ് റിവ്യൂ. ഓഡിറ്റില് യു വിൽ ഗിവ് ഓൺലി റീസണബിൾ, റിവ്യൂല് ലിമിറ്റഡ്. ഓഡിറ്റില് മോർ പ്രൊസീജിയേഴ്സ്, ഇവിടെ കുറവ് പ്രൊസീജിയേഴ്സ്, ഫ്യൂവർ. സോ ഹിയർ റെഡ്യൂസ് റിസ്ക് ടു ആൻ ആക്സെപ്റ്റബിൾ ലോ ലെവൽ. റിവ്യൂല് പ്രൊസീജിയർ കുറവായതുകൊണ്ട് ആക്സെപ്റ്റബിൾ ലെവൽ. കൂടുതൽ പ്രൊസീജിയർ ചെയ്താൽ കുറവായിട്ട് റിസ്ക് വരും, റിസ്ക് കുറയ്ക്കാമല്ലോ. രണ്ടാണെങ്കിലും ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യലിന്റെ പുറത്ത്, രണ്ടിലും യു ഷുഡ് ഒബ്റ്റെയിൻ സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ്. രണ്ടും അഷുറൻസ് എൻഗേജ്മെന്റുവാ. അഷുറൻസ് എന്ത് പറയുന്നു ഗൈസ്? ഒരു ക്ലാരിറ്റിയും കൂടെ കിട്ടിയോ? ഒരു ഡിഫറൻസും കൂടെ ഞാൻ ചോദിച്ചു കേട്ടില്ലല്ലേ? റീസണബിളും ലിമിറ്റഡ് അഷുറൻസും തമ്മിലുള്ള ഡിഫറൻസ്. എന്താണ് റീസണബിൾ അഷുറൻസ് ആൻഡ് ലിമിറ്റഡ് അഷുറൻസ് തമ്മിലുള്ള ഡിഫറൻസ്? ഹെഡിങ് വായിക്കേ, ടൈപ്സ് ഓഫ് അഷുറൻസ് എൻഗേജ്മെന്റ്. നമ്മൾ ആ ടേബിളിൽ പറഞ്ഞത് രണ്ട് അഷുറൻസ് ആണല്ലോ. വി ആർ ടോക്കിംഗ് അബൌട്ട് റീസണബിൾ അഷുറൻസ് and we were talking about limited. Absolute usually നമ്മൾ കൊടുക്കാറില്ല. Reasonable assurance means it's a high level of assurance. Absolute അല്ല. Limited means lower level of assurance. Reasonable assurance കൊടുക്കണമെങ്കിൽ you will perform more extensive and elaborative procedure. കൂടുതൽ പ്രൊസീജിയർ വേണ്ടേ?
ഇവിടെ fewer. Here, reasonable assurance കൊടുക്കാൻ you will obtain sufficient and quantity, appropriate, quality. Sufficiency means quantity, appropriateness, quality evidence. Here, you will draw only a limited conclusion, but ഇവിടെയും evidence sufficiencyും appropriate ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറ, എവിടെയായിരിക്കും നമ്മൾ റീസണബിൾ കൊടുക്കുക? ഓഡിറ്റ് എൻഗേജ്മെന്റില് ഒരു എക്സാമ്പിൾ പറയാടാ, where you give a limited assurance. റിവ്യൂ എൻഗേജ്മെന്റില് സോ ആദ്യം പറഞ്ഞ ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് ആൻഡ് റിവ്യൂ, ഇപ്പൊ പറഞ്ഞത് ഡിഫറൻസ് ബിറ്റ്വീൻ റീസണബിൾ ആൻഡ് ലിമിറ്റഡ്. റീസണബിൾ മീൻസ് ഇസ് എ ഹൈ ലെവൽ, ലിമിറ്റഡ് മീൻസ് ലോവർ ലെവൽ. റീസണബിൾ അഷുറൻസ് കൊടുക്കണമെങ്കിൽ മോർ എക്സ്റ്റെൻസീവ് പ്രൊസീജിയർ ചെയ്യണം. ഹിയർ ഫ്യൂവർ പ്രൊസീജിയർ ആണ്. Here you will obtain sufficient and appropriate evidence. Here evidence ഉണ്ട് but limited conclusion ആണ്. Audit is an example where you give reasonable assurance. Review is an example where you give limited assurance. All good? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കറക്റ്റ് ഇൻകറക്റ്റ്. ഇത് എക്സാമിന് കറക്റ്റ് ഇൻകറക്റ്റ് ഇപ്പൊ ഫോമാറ്റിലില്ല. ജസ്റ്റ് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുവാണേ. പറഞ്ഞോ. SRE applies for audit of FS. Answer is incorrect. Audit എന്ന് വരുന്ന SA അല്ലേ, SRE വരുന്ന എന്തിനാ? Review. So answer is incorrect. SRE applies for review. SA applies for audit. SQC applies for an engagement. ഒരു എൻഗേജ്മെന്റിനാണ് SQC വരുന്നതെന്നാ പറഞ്ഞത്. ഓർമ്മയുണ്ടോടാ? ഫേം ലെവലിലെ എല്ലാ എൻഗേജ്മെന്റിനുമാ. ആൻസർ ഇസ് അഗൈൻ ഇൻകറക്റ്റ്. സി, എൻഗേജ്മെന്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് SA. നമ്മളൊരു വരച്ചല്ലടാ. എൻഗേജ്മെന്റ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ SA, SRE, SE, SRS ആ. SQC എന്ന് പറയുന്നത് നോൺ എൻഗേജ്മെന്റ് സ്റ്റാൻഡേർഡാ. സോ ഒരു എൻഗേജ്മെന്റ് അല്ല, ഫേം ലെവലിലെ എല്ലാം. SAE applies for historical financial statements. Incorrect. ഏതാ ഹിസ്റ്റോറിക്കൽ? ഹിസ്റ്റോറിക്കലിന് വരുന്ന SAയും SREയും അല്ലേ? Next. SRE provides reasonable assurance. SRE means standards on review. Review means interim. Interimൽ കൊടുക്കുന്നത് റീസണബിൾ ആണോ? അല്ല. You give only a limited assurance. So answer is incorrect. SRS provides either a limited, no, reasonable or absolute assurance depending upon circumstance. See, SRS is called as non-assurance engagement. Non-assurance engagement. Non-assurance engagement. Non-assurance engagements. Okay. So, അവിടെ ഒരു assurance ഇല്ല. So, again, answer is incorrect. SRS, there is no assurance. ഒരു സെറ്റും കൂടെ ആയാലോ? Which of the following standard is not a specific engagement standard? ഒരു particular engagement അല്ലാത്ത സ്റ്റാൻഡേർഡ് ഏതാ? പറയൂ. Yeah. Answer is SQC. ഒരു എൻഗേജ്മെന്റ് അല്ലല്ലോ, ഇതെല്ലാം എൻഗേജ്മെന്റ് സ്റ്റാൻഡേർഡ് അല്ലേ? SRE റിവ്യൂവിന്, SAE അഷുറൻസിന്, SRS റിലേറ്റഡ് സർവീസിന്. Which standard does not give any assurance? Assurance കൊടുക്കാത്ത സ്റ്റാൻഡേർഡ് ഏതാ? SRS അല്ലേ? എൻഗേജ്മെന്റ് അല്ലേ SRS? I hope you got a clarity on this. Okay.
മാം, എന്താണിനി ബാലൻസ്? ഒരു 2 ടോപ്പിക്കും കൂടി ഉണ്ട് കേട്ടോ. ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി പറയണം, പിന്നെ ഒരു ജനറൽ ടോപ്പിക് ക്വാളിറ്റീസ് ഓഫ് ഓഡിറ്റർ. അതോടെ ചാപ്റ്റർ 1 is done. ഓക്കെ. സോ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കൂ ഗൈസ്, റെസ്റ്റ് എടുത്തോളൂ. എന്നിട്ട് we will continue with the last part. With that, chapter 1 is yo-yo. മാം, ഇത് ട്രയാങ്കിൾ ലവ് സ്റ്റോറി പറഞ്ഞില്ലേ? പറഞ്ഞ്. എന്താണത് പറയട്ടെ? വാ പറഞ്ഞുതരാം. പറയട്ടെ. ട്രയാങ്കിൾ ലവ് സ്റ്റോറിയെ കഥാനായകൻ, കഥാനായിക, നടുക്ക് വില്ലൻ. കഥാനായകൻ, നടുക്ക് വില്ലൻ. അതുപോലെ ഇവിടെ കഥാനായകൻ എന്ന് പറയുന്നത് മാനേജ്മെന്റാ. അവര് കഷ്ടപ്പെട്ട് കുറേയൊക്കെ പ്രപ്പോസ് ചെയ്ത് കുറേയൊക്കെ കഷ്ടപ്പെട്ട് ഫിനാൻഷ്യൽസ് ഉണ്ടാക്കി വെക്കും. ഫിനാൻഷ്യൽസ് എന്ന് പറയുന്ന സബ്ജക്ട് മാറ്റർ ആസ് പെർ ദി AFRF, ഐ മീൻ ക്രൈറ്റീരിയ, ആ ഒരു ഫോമാറ്റ് പ്രകാരം പ്രിപ്പയർ ചെയ്യും. കഥാനായകൻ ആരാ? മാനേജ്മെന്റ്. അവരെന്ത് ചെയ്തു? പ്രപ്പോസ് അല്ല, ഫിനാൻഷ്യൽസ് സബ്ജക്ട് മാറ്റർ ക്രൈറ്റീരിയ പ്രകാരം പ്രിപ്പയർ ചെയ്യും. ആർക്ക് വേണ്ടിയിട്ടാ? അവരുടെ ലവർ ആരാ? യൂസേഴ്സിന് വേണ്ടി, ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി. വില്ലൻ ആരാ വില്ലൻ? നമ്മള് പ്രാക്ടീഷണർ. നമ്മൾ കയറി വരും. ഈ മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്ത് യൂസേഴ്സിന് വെച്ച ആ സബ്ജക്ട് മാറ്റർ ഫിനാൻഷ്യൽസിന് പുറത്ത് നമ്മൾ എവിഡൻസ് എടുത്ത് കുറ്റം പറയും. ആർക്ക്? യൂസേഴ്സ്. ഇവർ തമ്മിൽ തെറ്റിപ്പിക്കും. നമ്മള് വില്ലനല്ലേ? ട്രയാങ്കിൾ ലവ് സ്റ്റോറിയിലെ 3 ആൾക്കാരെ മനസ്സിലായോ? പറ, ആരാ 3 ആൾക്കാരെന്ന് പറ. 3 party relationship. 3 party relationship. ആരൊക്കെയാ 3 പാർട്ടി? ഫസ്റ്റ് ആരാന്നറിയാമോ? ഒരു സെക്കൻഡ്. 3 party റിലേഷൻഷിപ്പ്. ആരൊക്കെയാണ് ഈ 3 പാർട്ടീസ്? ഇതില് ഫസ്റ്റ് പേഴ്സൺ is called as the can we call him as practitioner? മിസ്സേ, ഓഡിറ്റർ എന്ന് വിളിച്ചാ പോരെ? See guys, auditor means ഓഡിറ്റ് ചെയ്യുന്ന ആള് മാത്രമാണ്. പ്രാക്ടീഷണർ മീൻസ് ഓഡിറ്റും ചെയ്യാം, റിവ്യൂവും ചെയ്യാം, അഷുറൻസ്. പ്രാക്ടീഷണർ ആണോ ഓഡിറ്റർ ആണോ വൈഡർ? പ്രാക്ടീഷണർ അല്ലേ. ഓഡിറ്റർ നാരോ അല്ലേ, ഓൺലി ഓഡിറ്റ് അല്ലേ. പ്രാക്ടീഷണർ ഇസ് വൈഡർ ദാൻ ഓഡിറ്റർ. പ്രാക്ടീഷണർ മീൻസ് സിഎക്കാരെ, നമ്മളെ. ട്രയാങ്കിൾ ലവ് സ്റ്റോറിയിലെ നമ്മളായി വില്ലൻ. കഥാനായിക ആരാ? മാനേജ്മെന്റ്. ക്യാൻ വി കോൾ ദം ആസ് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാര്? റെസ്പോൺസിബിൾ പാർട്ടി. മീനിങ് ഹു പ്രിപ്പയർസ് ദി സബ്ജക്ട് മാറ്റർ. സബ്ജക്ട് മാറ്റർ മീൻസ് ഫിനാൻഷ്യൽ എക്സെട്ര. ഈ മാനേജ്മെന്റ് ആർക്ക് വേണ്ടിയാ പ്രിപ്പയർ ചെയ്യുന്ന? അവരുടെ intended users. Meaning person for whom the report is prepared. So triangle love story la CA practitioner, responsible party management, shareholders, users. So assurance engagement il 3 ആൾക്കാരുണ്ട്. 3 party relationship. ആരൊക്കെയാണ്? പ്രാക്ടീഷണർ, CA, wider than the auditor. Responsible party who prepares the subject matter. Example, financials. Intended users ആർക്ക് വേണ്ടിയിട്ടാണോ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്? അവർക്ക്, ഷെയർ ഹോൾഡേഴ്സ്. Now, subject matter. Earlier also I've used this word. Subject matter means എന്താണ് നമ്മൾ നോക്കാൻ പോകുന്ന ഇൻഫർമേഷൻ, അതാണ് സബ്ജക്ട് മാറ്റർ. Say for example,
നമ്മൾ നോക്കാൻ പോകുന്ന സബ്ജക്റ്റ് മാറ്റർ FS ആവാം, പിന്നെ ഇന്റേണൽ കൺട്രോൾ ആവാം. നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞില്ലേ, SAEയിൽ ഐശ്വര്യ വാസ് അപ്പോയിന്റഡ് ടു ഗിവ് അഷുറൻസ് ഓൺ ഇന്റേണൽ കൺട്രോൾ. ഓർ സബ്ജക്റ്റ് മാറ്റർ ക്യാൻ ബി പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫോ. ഫിനാൻഷ്യൽ നോക്കാം, ഫിനാൻഷ്യൽ അല്ലാത്തതും നോക്കിക്കൂടെ? നമ്മൾ നോക്കുന്ന ഇൻഫർമേഷൻ ടു ബി എക്സാമിൻഡ് ബൈ പ്രാക്ടീഷണർ is called as the subject matter. ആര് പ്രിപ്പയർ ചെയ്യും? പ്രിപ്പയർഡ് ബൈ ദ റെസ്പോൺസിബിൾ പാർട്ടി. സബ്ജക്ട് മാറ്റർ പ്രിപ്പയർഡ് ബൈ റെസ്പോൺസിബിൾ പാർട്ടി, നമ്മളത് നോക്കും. ഈ സബ്ജക്ട് മാറ്റർ എന്തായിട്ടായിരിക്കും നമ്മൾ കമ്പയർ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാം? FS ആണെങ്കിൽ AFRF അല്ലേ നോക്കുക. ഇന്റേണൽ കൺട്രോൾ ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി ആണോ നോക്കൂലേ? എഫക്റ്റീവ്. പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽസ് ആണെങ്കിൽ അസംഷൻസ് പ്രകാരമാണോ പ്രിപ്പയർ ചെയ്ത് ഡിസ്ക്ലോസ് ചെയ്ത് നോക്കില്ലേ? സോ ആ ക്രൈറ്റീരിയ, ആ ഒരു ബെഞ്ച് മാർക്ക്, ബെഞ്ച് മാർക്ക് ടു ഇവാലുവേറ്റ് സബ്ജക്ട് മാറ്റർ, അതായത് ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്ന് കമ്പയർ ചെയ്യാൻ നോക്കുന്ന ഒരു ബെഞ്ച് മാർക്കാണ് ക്രൈറ്റീരിയ. ഇത് നോക്കാൻ വേണ്ടി യു വിൽ ഒബ്റ്റെയിൻ സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ്. എടുത്തിട്ട് യു വിൽ ഗിവ് എ റിട്ടൺ എന്ത് കൊടുക്കും? അഷൂറൻസ്. ആർക്ക് കൊടുക്കും? ടു, കണ്ട, നമ്മൾ ഇവരെ തമ്മിൽ തെറ്റിപ്പിക്കാനാണ്. എന്നിട്ട് ഇവർക്ക് പറയും ഇവരുടെ കുറ്റങ്ങൾ. ടു intended users. Such an engagement, സിനിമയുടെ പേരെന്ത്? അഷൂറൻസ് എൻഗേജ്മെന്റ്. സി, ഒറ്റ ഫ്രേസിൽ പറയാം, കേട്ടോണേ. ഒരു തടവ സ്വന്തം 100 തടവ സ്വന്തമാരി ഒരിക്കലേ പറയൂ, ശ്രദ്ധിച്ചു കേട്ടോ ഗൈസ്. Practitioner is appointed by the responsible party, okay, who prepares the subject matter as per the criteria. The practitioner obtains sufficient and appropriate evidence and he gives a written assurance report about the subject matter, whether it is as per the criteria to the intended users. Such an engagement is called as the assurance engagement. Why? നമ്മൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പം യൂസേഴ്സ് താങ്ക്സ് കേട്ടോ, അല്ലെങ്കിൽ ഇവന്മാരെ ഞങ്ങൾ വിശ്വസിച്ചേനെ. ടു എൻഹാൻസ് കോൺഫിഡൻസ് ഓഫ് യൂസേഴ്സ്. എൻ്റെ പൊന്നു പിള്ളേരെ, ഇത് കുറച്ചു മുമ്പ് പറഞ്ഞതാ, നിങ്ങൾ ഇങ്ങനെ എന്നെ നോക്കരുതേ. അഷൂറൻസ് എൻഗേജ്മെന്റിന്റെ എക്സാമ്പിൾ ഞാൻ ആ ടേബിൾ വരയ്ക്കുമ്പം പറഞ്ഞു ഇല്ലേ? ചുമ്മാ പറയില്ല ഗൈസ്. അയ്യോ, ദാ അഷൂറൻസ് SRE പറഞ്ഞില്ലയോ? സോ ഏതൊക്കെയാണ് അഷൂറൻസ് എൻഗേജ്മെന്റ്? എസ്സേയിലെ സബ്ജക്ട് മാറ്റർ എന്താ? ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽസ്. നമ്മൾ എങ്ങനെ നോക്കും? AFRF ക്രൈറ്റീരിയ പ്രകാരമാണോ നോക്കൂലേ? SRE ഇവിടെയും ഇന്ററിം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അല്ലേ? അവിടെയും AFRF പ്രകാരം പ്രിപ്പയർ ചെയ്തോ? ഇതാണ് ക്രൈറ്റീരിയ. SAE അവിടെ ഇന്റേണൽ കൺട്രോൾ നോക്കാം, പ്രോസ്പെക്റ്റീവ് നോക്കാം. ഇന്റേണൽ കൺട്രോൾ ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ് ആണോ അല്ലെങ്കിൽ അസംഷൻസ് പ്രകാരമാണോ പ്രിപ്പയർ ചെയ്തത്? ഇതാണ് നോക്കുന്ന ക്രൈറ്റീരിയ. ഇതാണ് നോക്കുന്ന സബ്ജക്റ്റ് മാറ്റർ. ഇതൊക്കെയാണ് നോക്കുമ്പം ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് അഷുറൻസ് എൻഗേജ്മെന്റ്. ഇവിടെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഓൾറെഡി പറഞ്ഞതാ, SRS ഇല്ലേ, നോൺ അഷൂറൻസ് എൻഗേജ്മെന്റ്. അതർ അഷൂറൻസ് വൈ, അതിലൊരു അഷൂറൻസ് ഇല്ലല്ലോ, എന്തോ സർവീസ് ചെയ്ത് കൊടുക്കുമല്ലേ. So guys, summing up triangle love story,
Three people are there. So responsible party prepares the subject matter as per the suitable criteria. Practitioner obtains sufficient and appropriate evidence on subject matter, whether it is as per the suitable criteria. And after obtaining sufficient and appropriate evidence, he will give a written assurance report to the intended users. Why? To enhance their confidence. So assurance engagement എന്ന് പറയുന്നത് audit review assurance. Related service non-assurance engagement. എപ്പടി എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ലവ് സ്റ്റോറി? അത് ആദ്യം പറ. ഫ്രാങ്ക് ലവ് സ്റ്റോറി. നമ്മൾ വില്ലനല്ലേ? ഓക്കെ, തീർക്കാൻ പോവാണേ. എന്നത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാടാ. ക്വാളിറ്റീസ് ഓഫ് ഓഡിറ്റർ. ഒരു ഓഡിറ്ററിന് വേണ്ടിയ നല്ല ക്വാളിറ്റീസ്. ഇന്റഗ്രിറ്റി വേണം. ഇന്റഗ്രിറ്റി മീൻസ് ഹോണസ്റ്റി, സത്യസന്ധത. ഇൻഡിപെൻഡന്റ് ആവണം. ഇൻഡിപെൻഡന്റ് മീൻസ് ഇത് ഓൾറെഡി പറഞ്ഞു, എഴുതുന്നില്ല. നോട്ട് ടു ബി സബോർഡിനേറ്റ്, എന്തോ പറഞ്ഞല്ലോ. ഇൻഡിപെൻഡൻസ് ഇൻ മൈൻഡ് ആൻഡ് അപ്പിയറൻസ്. നോളജ് വേണം. സ്കിൽ, കമ്പീറ്റൻസ്, ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം. കൾച്ചർ, കോഷൻ, ഡ്യൂ കെയർ ആൻഡ് ഡെലിജൻസ്, സ്കെപ്റ്റിസിസം, ടെമ്പർ, ബോധം, ക്ലിയർ ഹെഡ്നെസ്. ഈ ഒരു ചെറിയ ഹെഡിങ് മെറ്റീരിയൽ കിടപ്പുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു വയ്ക്കുക. So guys, with that, എടാ celebrations on. കൺമണി, അൻപോട്, കാതലൻ, നമ, ചാപ്റ്റർ 1 മുറിച്ചാച്ച്, തീർത്തു, ഓവർ, കഥ. സോ ഗൈസ്, ഇതിപ്പം എൻ്റെ ബുക്കിലുള്ള, എൻ്റെ പ്രിന്റഡ് ഹാർഡ് കോപ്പി ബുക്കിലുള്ള ഫസ്റ്റ് പേജാണ്. ഓക്കെ, ഞാനൊന്ന് സൂം ഔട്ട് ചെയ്യാമേ. നോക്കൂ, ഞാൻ എപ്പോഴും പിള്ളേരടുത്ത് പറയും, നിങ്ങൾ ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ടും ഒന്ന് റിവൈസ് ചെയ്യുക. സോ എൻ്റെ റിവിഷൻ വീഡിയോസ്, ആഫ്റ്റർ ദിസ് റിവിഷൻ വീഡിയോസ് തരും. റിവിഷൻ വീഡിയോസ് നോക്കുവാണെങ്കിൽ അത് ഇംഗ്ലീഷിലായിരിക്കും. മിസ് അത് മലയാളത്തിൽ. സി ഗൈസ്, വൈ? നമുക്ക് എക്സാമിന് എപ്പോഴും ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും. പഠിപ്പിക്കുമ്പം യെസ് ഐ നോ ഫോർ കോൺസെപ്റ്റ് ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വി ക്യാൻ ടീച്ച് ഇൻ മലയാളം, തമിഴ്, എക്സെട്ര. ബട്ട് വെൻ കംസ് ടു റിവിഷൻ വീഡിയോ ആൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, both I will do in English. Makle, please trust me. When you hear the revision video in English, when you hear the question discussion in English, our words ningale manasil kadakkum. Okay, now going to this summary videos ende undu, ende YouTube link kadappundu. Summary videos. What is summary videos? Summary videos means chapter number 1. ഇപ്പൊ ഇത്രയും പഠിച്ചില്ലേ നമ്മൾ, ഇതെല്ലാം കൂടെ ഒരു 10-11 മിനിറ്റ് സമ്മറൈസ് ചെയ്യും. യൂട്യൂബിൽ കിടപ്പുണ്ട് കേട്ടോ. ആ സമ്മറി വീഡിയോ വേണമെങ്കിൽ നോക്കുക. സമ്മറി വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സെറ്റ് 2 കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു. പെൻസിൽ എടുക്കുക, സൈഡിൽ സ്ക്രിബിൾ ചെയ്യുക. റൈറ്റ്? സോ അതിന് വേണ്ടിയിട്ടാണ് ഈ പേജ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കിൽ പറയുന്നുണ്ട് ഓരോ ചാപ്റ്ററിനും എത്ര സമയം എടുക്കണം പഠിക്കാൻ, എത്ര സമയം എടുക്കണം റിവൈസ് ചെയ്യാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം ഇഫ് യു ഹാവ് മൈ ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് യു. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ടു സം അപ്പ്, ചാപ്റ്റർ നമ്പർ 1 നേച്ചർ, ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റിംഗിൽ പഠിച്ചത് 3 പാർട്സ് ആയിട്ടാണ് പഠിച്ചത്. ഫസ്റ്റ് പാർട്ടിൽ വി സ്റ്റഡീഡ് essay 200 പേര്, ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ, കണ്ടക്ട് ഓഫ് ഓഡിറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്. അതിൽ പഠിച്ചത് ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റിംഗ്, പിന്നെ മീനിങ്, ഡെഫിനിഷൻ ഓഫ് ഓഡിറ്റിംഗ്, സ്കോപ്പ് ഓഫ് ഓഡിറ്റിംഗ് ഇല്ല. പിന്നെ പഠിച്ചത് 8 ജനറൽ കാര്യങ്ങളാണ്. ഓക്കെ, ലൈക്ക് AFRF, അഷുറൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ്, എൻഗേജ്മെന്റ്സ്, ഓഡിറ്റ് വേഴ്സസ് ഇൻവെസ്റ്റിഗേഷൻ, റിലേഷൻഷിപ്പ്, ബെനിഫിറ്റ്സ്, മാൻഡേറ്ററി ആണോ, ആര് അപ്പോയിന്റ് ചെയ്യും, ആർക്ക് റിപ്പോർട്ട് ചെയ്യും, ആസ്പെക്ട്സ്. തേർഡ് പാർട്ട് വെരി ഇമ്പോർട്ടൻറ്റ് റിഗാർഡിംഗ് ദി സ്റ്റാൻഡേർഡ്സ്. അഷുറൻസ് എൻഗേജ്മെന്റ്, ഇപ്പോൾ പഠിച്ച ട്രയാങ്കിൾ ലവ് സ്റ്റോറി.
ഓഡിറ്റ് ആൻഡ് റിവ്യൂ തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു, ആൻഡ് ടൈപ്സ് ഓഫ് അഷുറൻസ് എൻഗേജ്മെന്റ് പറഞ്ഞു, വിച്ച് ഇസ് assurance engagements, auditor review and assurance, overview of standards, SA, SRE, SAE, SRS, SQC. Now, ഒരു ബോണസും കൂടെ പറഞ്ഞു നിർത്തട്ടെ പിള്ളേരെ, തീർത്ത് ഇതോടെ നിർത്തുക. നമ്മൾ സിലബസിൽ പഠിക്കാനുള്ള 30 സ്റ്റാൻഡേർഡാണ്, 30. ഇപ്പം നമുക്കതിനെ ഡിവൈഡ് ചെയ്താൽ ആദ്യം 200 to 299 സീരീസ്. ഇതിലെന്താണ് പറയുന്നത്? ഓഡിറ്റേഴ്സ് ബേസിക് ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസാണ്. ഓക്കെ, ഇപ്പം ഇതിൽ നമ്മൾ പഠിക്കാനുള്ളത് SA 200 ഇപ്പോൾ പഠിച്ചു. ഇതല്ലാതെ 210, 220, 230, 260, 265, 299. അടുത്ത സീരീസ് ജനറൽ പ്രിൻസിപ്പിൾസ് പറഞ്ഞല്ലോ, നിങ്ങളുടെ ബേസിക് റെസ്പോൺസിബിലിറ്റീസും പറഞ്ഞു. ഓഡിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്യണ്ടേ? ഓഡിറ്റിന്റെ പ്ലാനിങ് ആൻഡ് എരിവല്ല റിസ്ക് അസസ് ചെയ്യണ്ടേ? അതിനുള്ള സീരീസ് ആണ് 300 to 499 സീരീസ്. പ്ലാനിങ് 300, 315, 320, 330, 450. ജനറൽ പ്രിൻസിപ്പിൾസ് ആയി, പ്ലാൻ ചെയ്ത് റിസ്ക് അസസ് ചെയ്തു, എവിഡൻസ് കളക്ട് ചെയ്യൂ. ഹീറോ BGM പ്ലീസ്. ഓഡിറ്റ്, എവിഡൻസ്, ഇതാണ് ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള സീരീസ്. 500 സീരീസ്. അവിടെ 500, 501, 505, 510, 520, 530, 550, 560, 570, 580 എവിഡൻസ് കളക്ട് ചെയ്തു. നമ്മളെ കൊണ്ട് മാത്രം എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനൊക്കെ ചില കേസിൽ ഈ ബിൽഡിംഗ് ഒക്കെ വാല്യുവേഷൻ ചെയ്യുമ്പോഴേ ചില ക്ലയൻസൊക്കെ ബിൽഡിംഗ് വാല്യൂവറിൻ്റെ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാറുണ്ട്. സോ 600 സീരീസ്, 600 to 699, you are using the work of others. അയ്യോ, ഞാൻ ആ വാല്യൂവറിൽ വിശ്വസിച്ചു, അതുകൊണ്ട് എൻ്റെ ഒപ്പീനിയൻ തെറ്റിപ്പോയി, സോറി. അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. യു വിൽ ബി ഹെൽഡ് സോൾലി, ഫുള്ളി റെസ്പോൺസിബിൾ. സന്തോഷിച്ചു, 2 സ്റ്റാൻഡേർഡ് ഉള്ളൂ, 600, 610. ഫൈനലി കൊടുക്കടാ, ഓഡിറ്റ് തീരുമ്പം റിപ്പോർട്ട് കൊടുക്കും. 700 to 799 സീരീസ്. ഓഡിറ്റിൻ്റെ എന്താണ്? കൺക്ലൂഷൻസ് ആൻഡ് റിപ്പോർട്ടിംഗ്. അവിടെ കുറച്ച് കൂടുതലുണ്ട്. 700 SA, 701, 705, 610. സി, ഓഡിറ്റ് 3 ഫേസസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം പ്ലാനിങ് ഫേസ് ഓഫ് ഓഡിറ്റ്, പ്ലാൻ ചെയ്ത് റിസ്ക് ഒക്കെ നോക്കും. എന്നിട്ട് പെർഫോമിംഗ് ഫേസിൽ നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്ത് ബാക്കിയുള്ള ആൾക്കാരുടെ ഒക്കെ വർക്ക് ഉപയോഗിച്ചും ഫൈനലി കംപ്ലീഷൻ ഫേസിലായിരിക്കും റിപ്പോർട്ട് കൊടുക്കുക. ഞാനിത് ഈ ചാപ്റ്ററിൻ്റെ കൂടെ പറയേണ്ട ആവശ്യമില്ല. പറയാൻ കാരണം ഇന്നിപ്പം നമ്മൾ പഠിച്ചത് ഓൺലി സ്റ്റാൻഡേർഡ് 200 ആണ്. ബട്ട് ഓവറോൾ ഓഡിറ്റിംഗ് തീർക്കുമ്പം ഒരു എവിഡൻസിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ ഈ സീരീസ് ആലോചിക്ക്, റിപ്പോർട്ടിംഗിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ ഈ സീരീസ് ആലോചിക്ക്, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനാ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. എൻ്റെ മെറ്റീരിയലിന്റെ ബാക്കിൽ ഞാൻ ഈ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ചാപ്റ്റർ വൈസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ മഞ്ചാടിക്കുരു എറിഞ്ഞതുപോലെ അവിടെ ഇവിടേക്കാണ് ഇട്ടിരിക്കുന്നത്.
സേ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇത് നമ്മൾ പഠിച്ച ഇപ്പം ചാപ്റ്റർ നമ്പർ 1 ഇനി ഇതൊക്കെ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 11 നെക്സ്റ്റ്. കൗണ്ട് ചെയ്ത് നോക്കിയോ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 29 വൺ സ്റ്റാൻഡേർഡ് മിസ്സിംഗ് ഇയർ. ഇതല്ലാതെ നമുക്ക് പഠിക്കാൻ എക്സ്ക്യൂസിയും കൂടെ ഉണ്ട് കേട്ടോ. സോ അടുത്ത ചാപ്റ്റർ ആണ് ചാപ്റ്റർ 11. ഓക്കെ, ഇത് കഴിഞ്ഞ റിവിഷൻ വീഡിയോ ഉണ്ട്, അത് നോക്കുക, ഇംഗ്ലീഷിലായിരിക്കും. അത് കഴിഞ്ഞാൽ റിവിഷൻ വീഡിയോ ഫോൾഡറിലും, അത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാണും, അത് നോക്കുക. ആഫ്റ്റർ ദാറ്റ് വിൽ ഗോ ടു ചാപ്റ്റർ 11. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ക്ലാസ്സിൻ്റെ കൂടെ നോട്ട്സ് എഴുതുന്നു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് മെറ്റീരിയൽ വായിക്കുക. വെൻ യു സീ ദ റിവിഷൻ വീഡിയോ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മൈ മെറ്റീരിയൽ. My material is nothing but prepared from ICA material. Okay. So take care, buddies. Keep going. We will be successful.